ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ സ്വീഡനിൽ സ്നോ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ജസ്റ്റ് നമുക്ക് ക്ലൈമറ്റ് നോക്കുമ്പോൾ സ്നോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ചില സ്ഥലങ്ങളിൽ, കുറച്ച് സ്ഥലങ്ങളിൽ സ്നോ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഒഫീഷ്യലി ആയിട്ട് സ്നോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് ഇവൾക്ക് ക്ലാസ്സില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സ്നോൻ്റെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ സ്നോ ഇങ്ങ് സ്വീഡനിൽ എത്തിയിട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇന്ന് -1 ആണ്, ഇന്നലെ -2 ആയിരുന്നു. രണ്ടും ഏകദേശം ഒരേ ഫീൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്നോ കാണാൻ വെറുതെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ പോരാ. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെ വേണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തെർമൽ വയർ ഉള്ളിൽ ധരിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരു ബനിയൻ, പിന്നെ ജാക്കറ്റ്, പിന്നെ ഗ്ലൗസ്, തൊപ്പി, ഷൂ, സോക്സ് ഇതെല്ലാം ഇട്ടിട്ടാട്ടോ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് തന്നെ എൻ്റെ കൈ ഫ്രീസായി തുടങ്ങി. ഈ സ്നോ പെയ്യുന്ന ടൈമിൽ കുറച്ച് ചെറുതായിട്ട് തണുപ്പുണ്ട് എങ്കിലും കുറച്ച് കുറവ് ഫീൽ ചെയ്യും. പിന്നെ അങ്ങോട്ട് കൂടും. പിന്നെ അങ്ങോട്ട് കൈയും നമ്മുടെ ബോഡി മൊത്തം ഫ്രീസായിട്ടിരിക്കും. അങ്ങനെ അപ്പോൾ ഫിയന്ന ചോദിക്കുമായിരുന്നു എപ്പോഴാണ് സ്നോ പെയ്യുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നോയിൽ കളിക്കാനും. ഇടയ്ക്ക് സ്നോ ഒക്കെ എടുത്ത് തിന്നാറുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇവർ ജനുവരി ലാസ്റ്റ് ടൈമിലാണ് ഇവിടെ എത്തിയത്, സ്വീഡനിൽ എത്തിയത്. അത് വിൻ്ററിൻ്റെ പീക്ക് ടൈമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് വരില്ല. അപ്പോൾ ഇന്ത്യയിലും സ്വീഡനെയും ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഫീനയ്ക്ക് അവർക്ക് കൊച്ചാണ്. അപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമെന്ന് പേടിയുണ്ടായിരുന്നു. ചെറുതായിട്ട് കോൾഡും ഫീവർ ഉണ്ടായെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അവരതിനെ അതിജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്ക് ഈ പ്രാവശ്യം സ്നോ സ്റ്റാർട്ടിങ് തൊട്ടേ കാണാനുള്ള ഭാഗ്യം കിട്ടി. അപ്പോൾ സ്നോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിൻ്റർ എത്തി. വിൻ്റർ ഇങ്ങോട്ട് വന്നു. വിൻ്ററിനെ വെൽക്കം ചെയ്യുന്ന പോലെയാണ് ഈ സ്നോ എനിക്ക് ഫീൽ ചെയ്യാറ്. അത് തന്നെയാണ്. സ്നോ തുടങ്ങിയെന്ന് പറയാം. അപ്പോൾ ഫീന കുറച്ചും കൂടി സ്നോ പ്രതീക്ഷിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് നമ്മുടെ മുട്ടിനേക്കാളും കുറച്ചും കൂടി താഴെ വരെ സ്നോ ഉണ്ടായിരുന്നു. ഞാൻ താമസിച്ചിരുന്നത് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നല്ലോണം സ്നോ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. അത് കുറച്ച് സിറ്റി ഏരിയയിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്നോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. ഇനി സ്നോ കൂടുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും. എങ്കിലും ഉള്ളിലോട്ട് പോകും തോറും സ്നോ കൂടുതലാണ് ഇവിടെയൊക്കെ. No. Yes. What's that? എനിക്ക് സ്നോ ഇഷ്ടമാണോ? സ്നോ ഇഷ്ട? ഇതെവിടുന്ന സ്നോ കിട്ടിയ എനിക്ക് പറ. കാറിൽ സ്നോ ഉണ്ടാ? വാ. ഇത് വെറും സാമ്പിളാണ്. ഇനി അങ്ങോട്ട് മഞ്ഞ് മൂടാൻ പോവാണ് സ്വീഡൻ. വെളുക്കാന്ന് വേണമെങ്കിൽ പറയാം. വെളുത്ത സ്വീഡനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടാൻ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. അപ്പോൾ പിന്നെ വീണ്ടും കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ.